ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3rd സ്റ്റാൻഡേർഡിലെ മലയാളം പ്രവർത്തനങ്ങളാണ്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത്. അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത്. സഹിക്കാവുന്നതിലപ്പുറം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഒരുപാട് തളർത്തി കളഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രയോഗത്തിൻ്റെ മീനിങ്, അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത്. ഇനി എനിക്ക് സങ്കല്പിക്കാവുന്നതിലപ്പുറമായിരുന്നു അവിടെ നിന്നും കിട്ടിയ സമ്മാനങ്ങൾ. എനിക്ക് സങ്കല്പിക്കാവുന്നതിലപ്പുറമായിരുന്നു അവിടെ നിന്നും എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ. ഇതുപോലെയുള്ള വാക്യങ്ങൾ, സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പറഞ്ഞു നോക്കാം. എനിക്ക് സങ്കല്പിക്കാവുന്നതിലപ്പുറമായിരുന്നു അവിടെ നിന്ന് കിട്ടിയ സ്വീകരണം. ഓക്കെ, അങ്ങനെയും എഴുതാം അല്ലേ. എനിക്ക് സങ്കല്പിക്കാവുന്നതിലപ്പുറമായിരുന്നു അവിടെ നിന്ന് കിട്ടിയ സമ്മാനങ്ങൾ. എനിക്ക് സങ്കല്പിക്കാവുന്നതിലപ്പുറമായിരുന്നു അവിടെ നിന്ന് കിട്ടിയ സ്വീകരണം. എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു അവളുടെ പെരുമാറ്റം. അല്ലേ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല അവളുടെ പെരുമാറ്റം, അതിലപ്പുറമായിരുന്നു അല്ലേ. നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അതിലപ്പുറമായിരുന്നു അവളുടെ പിന്നെന്താണ്, എൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറമായിരുന്നു എനിക്ക് കിട്ടിയ നേട്ടം. എൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറമായിരുന്നു എനിക്ക് കിട്ടിയ നേട്ടം എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെയോ, അവിടുത്തെ തണുപ്പ് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു അവളുടെ പെരുമാറ്റം എന്നൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഇനി ഈ കവിതകൾക്ക് ഈണം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന കവിതകളിൽ ഈണം കണ്ടെത്തി ചൊല്ലൂ. നമുക്കൊന്ന് ചൊല്ലി നോക്കാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഓമനത്തിങ്കൾ കിടാവോ അല്ലേ. നല്ലൊരു താരാട്ട് പാട്ടാണ്, നമുക്കൊന്ന് പാടി നോക്കാം. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ, പൂവിൽ നിറഞ്ഞ മാധുവോ പാരി പൂർണേന്ദു തൻ്റെ നീലാവോ. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ, പൂവിൽ നിറഞ്ഞ മാധുവോ പാരി പൂർണേന്ദു തൻ്റെ നീലാവോ. അപ്പോൾ നല്ലൊരു താരാട്ടുപാട്ടാണ്, പല ഇനത്തിലും നമുക്കിത് ചൊല്ലാം. ഇനി ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. അപ്പോൾ ഉണ്ണി പറയാണല്ലേ, ആ വല്ലിയിൽ നിന്ന് എന്തൊക്കെയോ പൂക്കൾ പറന്നു പോകുന്നുണ്ടെന്ന്. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അത് പൂക്കൾ പറന്നു പോവുകയല്ല, അത് പൂമ്പാറ്റകൾ പാറി പോവുകയാണെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈണത്തിലും താളത്തിലും എന്നേക്കാൾ മധുരമായ ശബ്ദം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നല്ല ഈണത്തിലും താളത്തിലും ചൊല്ലി നോക്കുക. അടുത്തത്, താഴെ പറയുന്ന വാക്കുകൾക്ക് പകരമായി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. അപ്പോൾ പര്യായ പദങ്ങൾ എന്നാണ് നമ്മളിതിന് പറയുക. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾക്ക് പകരമായിട്ട് കോളത്ത് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. പാര്, വ്യോമം, ശിരസ്, മിഴി, താഴ്മ, അഴക്, ഇവണ്ണം, താരം. അപ്പോൾ നമ്മളിത് ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. തല, നമുക്കറിയാം ശിരസ്, തല, ശിരസ്. ആകാശം, വ്യോമം, വിമാനം എന്നൊക്കെ പറയില്ലേ നമ്മൾ, വ്യോമയാത്ര എന്നൊക്കെ അല്ലേ വിമാനത്തിൽ പോകുന്നതിന് പറയുന്നത്, വ്യോമയാനം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആകാശം, വ്യോമം. എളിമ, താഴ്മ, എളിമ നല്ല താഴ്മയോടുകൂടി എളിമ. കണ്ണ്, മിഴി, ഭംഗി, അഴക്, ഇതുപോലെ, ഇവണ്ണം, നക്ഷത്രം, താരം,
താരകമലരുകൾ വിരി, അങ്ങനെയൊക്കെ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? താരം എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ്. ഭൂമി, ഭൂമി എന്താണ്? പാര്, പാര്, ഭൂമി പാര്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക, ഉഷാറായിട്ട് നിൽക്കുക. ഓക്കെ, താങ്ക് യു.